പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടാരക്കരയെ കുറിച്ച് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഏതായാലും ഇപ്പോൾ പാളയത്തിൽ പടയാണ് കൊട്ടാരക്കരയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ CPM MLA മാർക്സിസ്റ്റ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാവ് ഐഷ പോറ്റി പാർട്ടിയിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ സഹിക്കാൻ വയ്യാതെ, പാർട്ടിയുടെ അവഗണന സഹിക്കാൻ വയ്യാതെ CPM-ലെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിൽ ചേക്കേറി. മിക്കവാറും അവരായിരിക്കും കൊട്ടാരക്കരയിൽ സഖാവ് ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഐഷ പോറ്റിയെക്കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായം പറയാനില്ല. ഒരു പാവസ്ത്രീ. അവർ CPM-ന്റെ സമുന്നത നേതാവായതുകൊണ്ടല്ല കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ട് മത്സരിപ്പിച്ചത്. അവിടെ മത്സരിച്ച് തോൽക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് കരുതി അവരെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. ഇവരാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, കഴിവ് തെളിയിച്ച വ്യക്തിയുമാണ്. കൊട്ടാരക്കരയിൽ പല നേതാക്കന്മാരിൽ നിന്ന് തോറ്ററിലാണ്. നേരത്തെ CPI-കാരായിരുന്നു ഈ ചന്ദ്രശേഖരൻ നായർ, ഈ രാജേന്ദ്രനും ഒക്കെ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. പിന്നീട് CPI-ൽ നിന്ന് CPM ആ സീറ്റ് ഏറ്റെടുത്താണ്. അപ്പോഴും തോൽവി തന്നെയായിരുന്നു ഫലം. അങ്ങനെ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ മത്സരിച്ച് തോൽക്കാനായിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. സംഗതി വശാൽ ഗുണത്തിനോ ദോഷത്തിനൊന്നും അറിയില്ല, ഐഷ പോറ്റി ജയിച്ചു. അടുത്ത തവണയും സീറ്റ് കൊടുത്തു, മൂന്നാമത്തെ തവണയും സീറ്റ് കൊടുത്തു. 3 തവണ അവർ ജയിച്ചു. ജയിച്ചപ്പോൾ ഇവരെ മന്ത്രിയാക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തി. പക്ഷെ പാർട്ടി അതൊന്നും ഗവനിച്ചില്ല. പാർട്ടിയിൽ തന്നെ കഴിവും പ്രാപ്തിയുള്ള ഒരുപാട് വനിതകളുള്ളപ്പോൾ ഈ ഐഷ പോറ്റിയോ ഒന്നും പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ പരിഗണിച്ചുമില്ല. ഏതായാലും ആ പ്രശ്നം അവസാനിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കൊടുത്തില്ല. കാരണം 2 തവണയിൽ കൂടുതൽ ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കേണ്ടത് പാർട്ടി തീരുമാനിച്ചു. രാജു എബ്രാമിന് സീറ്റ് കൊടുത്തില്ല, KV അബ്ദുൽ ഖാദറിന് സീറ്റ് കൊടുത്തില്ല, S ശർമ്മയ്ക്ക് സീറ്റ് കൊടുത്തില്ല, പ്രദീപ് കുമാറിന് സീറ്റ് കൊടുത്തില്ല. വന്നിട്ടും പോയിട്ടും ആകെ പാർട്ടി സ്വതന്ത്രനായ ജലീലിന് മാത്രമാണ് ഒരു സീറ്റ് കൊടുത്തത്. ബാക്കി ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഐഷ പോറ്റിക്കും സീറ്റ് കൊടുത്തില്ല. അത്രേ ഉള്ളൂ. ഐഷ പോറ്റിക്ക് പക്ഷെ വലിയ സങ്കടമായി. ഇവർക്ക് മരിക്കണ വരെ MLA ആയിട്ടിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കൈക്കല കൂടാതെ എടുത്തു കളഞ്ഞു എന്ന സങ്കടവുമായിട്ട് മനം നൊന്നിരിക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർ വന്നിട്ട് ഐഷ ചേച്ചി ഞങ്ങളുടെ കൂടെ കൂടാമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ കൂടിക്കളയാം എന്ന് പറഞ്ഞു. അവർ കോൺഗ്രസ്സിൽ ചേർന്നു. KPCC ആഫീസിൽ പോയി സണ്ണി ജോസഫിൻ്റെ അടുത്ത് അംഗത്വം വാങ്ങിച്ചു. ഇവരെ ത്രിവർണ്ണ ഷാള് അണിയിച്ചു. പിന്നെ അവർ പത്രസമ്മേളനം നടത്തി. ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സായി എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ നാട്ടിൽ പതിവുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറേ ആൾക്കാർ കോൺഗ്രസ്സിലേക്ക് പോകും, കോൺഗ്രസ്സിൽ നിന്ന് BJP-യിലേക്ക് പോകും, BJP-യിൽ നിന്ന് CPM-ലേക്ക് പോകും, ചിലർ മുസ്ലിം ലീഗിലേക്ക് പോകും. ഇതൊക്കെ പതിവുള്ള കാര്യമാണ്. അപ്പോൾ ഐഷ പോറ്റി മാറിന് അത്ര വലിയ ദാർശനിക മാനങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഐഷ പോറ്റി തിരിച്ചു ചെന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ ദയനീയമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തു. അങ്ങനെ ഒരു തവണ എൻ്റെ 40,000 വോട്ടിനൊക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് തോറ്റ ഒരു മഹതിയുണ്ട്, രശ്മി എന്നാണ് അവരുടെ പേര്. രശ്മി മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയാണ്. കഴിഞ്ഞ തവണ ഇവർ മത്സരിച്ചു. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് ഇവർ മുന്നിട്ടു. ബാലഗോപാൽ പിന്നിൽ എന്ന് പറഞ്ഞ പത്രങ്ങൾ ചാനലുകളൊക്കെ വാർത്ത കൊടുത്താണ്. പക്ഷെ അവസാനമായപ്പോഴേക്കും ബാലേട്ടൻ തിരിച്ചു കയറി കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ തന്നെ പോലും ജയിച്ചു. അപ്പോൾ രശ്മി വിചാരിച്ചിരുന്ന ഇത്തവണയും ഈ സീറ്റ് അവർക്ക് തന്നെ കിട്ടും. ഇത്തവണ UDF തരംഗമായതുകൊണ്ട് ബാലഗോപാലിനെ തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ കൊട്ടാരക്കര MLA ആയിട്ട് രശ്മി പേരും പെരുമയും ആർജിക്കും എന്നാണ്. അപ്പോഴാണ് ദാണ്ടെ നമ്മുടെ ഐഷ പോറ്റി CPM-ൽ നിന്ന് കൂടും പൊളിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരും. രശ്മി ആകെ ഖിന്നയായി, വിഷണ്ണയായി. അങ്ങനെ കാത്തു സൂക്ഷിച്ചതും പോയി, മോളിൽ നിന്ന് വന്നും പോയി എന്ന് പറഞ്ഞ അവസ്ഥയിലായി. നട്ടു നനച്ച് വളർത്തിയ പൂച്ചെടി ഐഷ പോറ്റി എത്തി തിന്നും എന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞപ്പോൾ രശ്മിക്ക് സങ്കടം. രശ്മി വലിയ ഡിമാൻഡൊന്നും വച്ചില്ല. ഇനി കൊട്ടാരക്കരയ്ക്ക് പകരം കുന്നത്തൂര് മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ ചവറ സീറ്റ് എനിക്ക് കിട്ടണം എന്നൊന്നും പറഞ്ഞില്ല. രശ്മിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മഹിളാ കോൺഗ്രസിൻ്റെ കാക്കത്തൊള്ളായിരം ഭാരവാഹികളിൽ ഒരു ഭാരവാഹിയായിട്ട് അവർ ഉൾപ്പെടുത്തും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കയ്യിൽ നിന്ന് ചിലവായ പൈസ അതെങ്കിലും കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പല ആൾക്കാർക്ക് കയ്യിൽ നിന്ന് ധാരാളം പൈസ പോയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു മാന്യ മഹിള, അവര് നെൽപ്പാടം വിറ്റാണ് ഈ വസ്തു ഇവർക്ക് ഇന്ന് കടം നികത്താൻ തീരുമാനിച്ചത്. പക്ഷേ അല്ലെങ്കിൽ കരാർ എഴുതിയതിനു ശേഷം വേറൊരു സംഭവം ഉണ്ടായി. അതായത് എന്താ വെച്ചാൽ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചു. അതുകൊണ്ട് കച്ചവടം മുടങ്ങി, കടബാധ്യത നിലനിൽക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ച ആളുകളുണ്ട്. 35 ലക്ഷം 50 ലക്ഷമൊക്കെ കടം വന്ന് പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉണ്ട്. അതിലൊരാളാണ്
അതിൽ പെട്ട പലരിൽ ഒരാളാണ് ആര്, നമ്മുടെ രശ്മി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കടം വീടാൻ ഒരു മാർഗമില്ലാതിരിക്കുകയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഏതെങ്കിലും 4 പുത്തൻ കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ കടം വീട്ടാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാണ്ട് ഐഷ പോറ്റി. അങ്ങനെ അവർ കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ ഈ കടമെങ്കിലും കോൺഗ്രസ് പാർട്ടി കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ഡിമാൻഡ്. അത് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാവുന്നുള്ളൂ, പക്ഷെ അവർ ചെയ്യില്ല. അതാണല്ലോ കോൺഗ്രസ്. അപ്പോൾ മത്സരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. തോറ്റു കഴിഞ്ഞാൽ അത് സ്വന്തം ചെലവിൽ വേണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ജയിച്ചു കഴിഞ്ഞാലും കടം വീട്ടേണ്ട അതാത് MLA-യുടെ ഉത്തരവാദിത്തമുണ്ടോ? അല്ലാണ്ട് പാർട്ടിയുടെ യാതൊരു ഉത്തരവാദിത്തത്തിലും പെട്ട കാര്യമല്ല. പാർട്ടി കുറച്ച് പൈസ കൊടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പൈസ പാർട്ടി കൊടുക്കും. ബാക്കി പൈസ ഈ സ്ഥാനാർത്ഥികൾ കണ്ടെത്തും. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. രശ്മിയുടെ കടബാധ്യത ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറില്ല. അങ്ങനെ കടത്തോടുകൂടി രശ്മി ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടി ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തുള്ളൂ, അത് BJP ആണ്. അങ്ങനെ BJP-കാർ രശ്മി ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായി. കോൺഗ്രസ് സീറ്റ് കിട്ടുന്ന വിചാരിച്ച് കാത്തിരുന്ന അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് താരമുണ്ട്. ഈ താരവും സീറ്റ് കിട്ടാതെ ഇപ്പോൾ ഖിന്നനായ അദ്ദേഹം സാബു ജേക്കബിൻ്റെ വിഖ്യാതമായ 2020 എന്ന പാർട്ടിയിൽ ചേർന്നു. ഇനി പുള്ളി 2020-യുടെ ആശയ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ 2 സ്ഥാനാർത്ഥികളായി. ഒന്ന് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന രശ്മി, മറ്റത് ഇപ്പോൾ 2020-ൽ അഭയം കണ്ടെത്തിയിട്ടുള്ള പ്രിയങ്കരനായ അഖിൽ മാരാർ. ഇവരിൽ ആര് വേണമെന്നുള്ള കാര്യം BJP-നെ ടോസ് ഇട്ട് തീരുമാനിക്കും. അല്ലെങ്കിൽ ഇതിൽ ഒരാളെ അടുത്ത മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കും. ഏതായാലും ഈ കാലുവർക്കത്ത് വളരെ നന്നായിട്ടുണ്ട്. ഇവർ കാല് വെച്ച് കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഐഷ പോറ്റി കാല് വെച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് 2 പേരും പുറത്തായി. അവർ BJP-യിൽ ചെന്നിട്ട് അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഏതായാലും ഇതുപോലെയുള്ള തമാശകളൊക്കെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം വളരെ ബോറായി. അതുകൊണ്ട് ഐഷ പോറ്റിക്കും അവരെ പൊട്ടിക്കാൻ വേണ്ടി രംഗത്തെത്തിയിട്ടുള്ള മറ്റ് വിമതന്മാർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതുപോലെയുള്ള തമാശകൾ ഇനിയും തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യും.